ഐഡിയ സ്കീം 2024 നമ്മളുടെ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ഫൈനൽ അലോട്ട്മെൻറ്റ് അല്ലേ, അതിൻ്റെ താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇന്ന് വരും, 4/9/2024 വരും എന്നാണ് എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്നത്. സോ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കി നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അലോട്ട്മെൻറ്റുള്ള കുട്ടിയാണെങ്കിൽ പോലും അതിൽ കാണാൻ പറ്റില്ല. എങ്ങനെയാണ് കാണുക? നിങ്ങൾ ലോഗിൻ ചെയ്യണതിന് മുകളിലായിട്ട് അവിടെ ഒരു ലിങ്ക് ഉണ്ടാവും അല്ലേ, അതായത് നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ആ സ്ഥലത്ത് നമുക്കൊരു ലിങ്ക് ഉണ്ടാവും, താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ സിയുടെ മെയിൽ ID നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, CEK-info എന്നുള്ള മെയിൽ ID, ആ മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ഓക്കെ. പിന്നെ അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് അറിയാമല്ലോ ലാസ്റ്റ് റാങ്ക് അലോട്ട് ചെയ്തേക്കുന്നതും കാണിക്കാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് നോക്കാം, നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ട് ഒരാൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഓർക്കണം, കീം റാങ്ക് ആയിരിക്കും നോക്കണം കേട്ടോ, അല്ലാതെ ഇപ്പോൾ MUയുടെ അടിയിൽ പോയിട്ട് കാറ്റഗറി നമ്പർ നോക്കുകയല്ല ചെയ്യേണ്ടത്, കീമിൻ്റെ റാങ്കാണ് അവിടെ നോക്കേണ്ടതെന്നുള്ളതും കൂടി ഓർക്കുക. ഓക്കെ. ഇനി നമുക്ക് താൽക്കാലിക അലോട്ട്മെൻറ്റ് വന്നു, അതിലെന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചതിന് ശേഷം ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് നമുക്ക് വരുന്നത് 5/9/2024 ഓക്കെ. നമുക്ക് ഈ 4-ാം തീയതിയിലത്തെ 5-ാം തീയതിയിലത്തെയും തമ്മിൽ ചിലപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് 5-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലാണ്, ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു അഡ്മിഷൻ നമ്മൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ദിവസങ്ങൾ തന്നിട്ടുണ്ടായി അല്ലേ, ഇന്ന ദിവസം CS അതായത് കമ്പ്യൂട്ടർ സയൻസ്, ഇന്ന ദിവസം EC, ഇന്ന ദിവസം EEE എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇതിൽ നമുക്ക് അങ്ങനെ ഓരോ ദിവസങ്ങൾ ഉണ്ടാവില്ല. നിലവിൽ എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത് 6ഉം 7ഉമാണ്, ഈ 2 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഇഷ്ടം പോയി ചേരാനായിട്ട് പറ്റുന്നത് ആ ദിവസം പോയി ചേരാം കേട്ടോ. ചിലപ്പോൾ ഇനി ഒരു ദിവസം കൂടി കൂടുതൽ കിട്ടുമെന്ന് നമുക്ക് എൻട്രൻസ് കമ്മീഷൻ്റെ ആ നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയുള്ളൂ. പക്ഷേ കൂടുതൽ ദിവസങ്ങൾ കിട്ടാനുള്ള സാധ്യത, ഒരു 3 ദിവസത്തിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, 9-ാം തീയതി BTECൻ്റെ ഇൻഡക്ഷൻ പ്രോഗ്രാംസുകൾ തുടങ്ങുവാണ്. സോ അത് നിങ്ങൾ പറ്റുന്നവരെല്ലാവരും തന്നെ ഈ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവരൊക്കെ അത് അറ്റൻഡ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലും എന്താണെന്ന് വെച്ചാൽ നമ്മൾ BTEC എന്ന് പറയുന്ന പുതിയ ഒരു ഇതിലേക്ക് എത്തുവാണല്ലേ, പുതിയൊരു കരിക്കുലം, പുതിയൊരു അക്കാദമിക്കിലേക്കൊക്കെ എത്തുവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പ്ലസ് ടു നമുക്ക് ഇയർലി എക്സാമുകളായിരുന്നു, പിന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും പഠിക്കാൻ പോകുന്ന കാര്യത്തിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഒരു പരിചയം കിട്ടാനും സിലബസിനെ പറ്റി അറിയാനും പിന്നെ എസ്പെഷ്യലി നിങ്ങളുടെ കോളേജുകളെ പറ്റിയിട്ടും അവിടെയുള്ള ക്ലബ്ബുകളെ പറ്റി അറിയാനും ഒക്കെ ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാംസ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഗവൺമെൻറ് എയ്ഡഡിലെ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് എനിക്ക് തോന്നുന്നു KTയുടെ ആദ്യത്തെ ദിവസങ്ങളിലേക്ക് KTയുടെ FB പേജ് ലൈവ് പോകാറുണ്ട്, അവർ യൂട്യൂബ് ചാനലിലൊക്കെ ലൈവ് പോകാറുണ്ട്, KTU അവരങ്ങനെ ഇടാറുണ്ട്. കാരണം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ ആദ്യ ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിലേക്ക് സെയിം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പിന്നെ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ പറ്റുന്നവരെല്ലാവരും തന്നെ പോവാട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ അഡ്മിഷൻ ഉറപ്പായിട്ടില്ല, കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട. ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോകാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയില്ലല്ലോ എന്നൊക്കെ വെച്ചിട്ടൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പിന്നീട് അത് KTയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലോ, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പോകാൻ പറ്റാത്തവർ, അഡ്മിഷൻ കിട്ടാത്തവർ വിഷമിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇനി ക്ലാസ്സുകൾ എടുത്ത് പോയാലും ഇനിയിപ്പോൾ കുറച്ച് അത് കഴിയുമ്പോൾ ക്ലാസ്സുകൾ തുടങ്ങും. പണ്ടൊക്കെ ഒരാഴ്ചത്തേക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചു, കാരണം കുട്ടികളില്ല അല്ലേ. ഓക്കെ. എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കേട്ടോ. നല്ലതായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസ് വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് എനിക്ക് കുറച്ച് കാലമായിട്ട് കുട്ടികളുടെ ആ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ലൈക്ക് നമുക്കിതിലൊന്നും താല്പര്യമില്ലാത്ത മട്ടാണല്ലേ. ഓക്കെ. എനിവേ, പക്ഷേ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യാത്ത കേൾക്കാം കേട്ടോ. നമുക്കൊരു ഇൻസ്പിറേഷനാണ് ചില ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത്, അല്ലെങ്കിൽ പുതിയ അറിവുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 5-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 6ഉം 7ഉം തീയതിയാണ് നമ്മൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ കുറേ പേര് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒരു കോളേജിൽ എടുത്തിട്ടുണ്ടാകും, അവിടെ ഫീസ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ഈ സർട്ടിഫിക്കറ്റും ഫീസൊക്കെ വാങ്ങിയിട്ട് വേണം ഈ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യാൻ. അപ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ കോളേജിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം? അലോട്ട്മെൻറ്റ് മെമ്മോ കൊണ്ടുപോകണം. അതായത് ഈ 3rd ഫേസിൽ നിങ്ങൾക്ക് പുതിയ കോളേജാണ് കിട്ടിയേക്കുന്നത്, പുതിയ കോഴ്സാണ് കിട്ടിയേക്കണമെങ്കിൽ നിങ്ങൾ ആ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ കൊണ്ടുപോകണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൂടെ പറഞ്ഞോട്ടെ, ഇപ്പോൾ നിങ്ങൾ സെയിം കോളേജിൽ സെയിം ബ്രാഞ്ച് തന്നെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെല്ലേണ്ടതായിട്ട് വരില്ല. അത് നിങ്ങൾ ആ കോളേജിൽ വിളിച്ചൊന്ന് കൺഫേം ആക്കുക കേട്ടോ, വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കൺഫേം ആക്കുക കേട്ടോ. ചിലപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബ്രാഞ്ച് മാറ്റിക്കോളും. അപ്പോൾ അത് വിളിച്ച് പക്ഷേ കൺഫേം ആക്കണം, അങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കൺഫേം ആക്കണം കേട്ടോ. അപ്പോൾ
ഈ പറയുന്ന പോലെ നിങ്ങളിപ്പോൾ സെക്കൻഡ് കിട്ടിയ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റും ഫീസും ഒക്കെ വാങ്ങുമ്പോൾ ആ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. പിന്നെ നിങ്ങൾ ഫീസ് അടച്ച റെസിപ്റ്റ് വേണം. അതായത് ആ കോളേജിൽ നിങ്ങൾ കുറച്ച് ഫീസും കൂടിയൊക്കെ അടച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ റെസിപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു PDF ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കട്ടോ. വെറുതെ ചുമ്മാ ഒരു സേഫ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് എന്തായാലും അല്ലെങ്കിൽ ആ ഫീസ് അടച്ച റെസിപ്റ്റ് നിങ്ങൾ അവിടെ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കോളേജസ് നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കാൻ പറയും. അപ്പോൾ വെള്ള പേപ്പറിൽ ഇന്ന കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, സോ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും ഫീസും തിരിച്ചു വേണം എന്നുള്ളൊരു റിക്വസ്റ്റ്. സാധാരണ നല്ല റിക്വസ്റ്റ് എഴുതൂല, അതുപോലെ വെറുതെ ചുമ്മാ എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാളും സൈൻ ചെയ്തേക്കുക. അത് എല്ലാവരും ചോദിക്കണം എന്നില്ല, ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ വേണ്ടത് മറ്റൊരു കാര്യം, നിങ്ങൾ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ സ്ലിപ്പ് തന്നില്ലേ, അതും അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നിങ്ങൾ കയ്യിൽ കരുതുക കേട്ടോ. അപ്പോൾ വേണ്ടത് എന്തൊക്കെയാണ്? അലോട്ട്മെൻറ്റ് മെമ്മോ, നിങ്ങൾ ഫീസ് അടച്ച റെസിപ്റ്റ്, പിന്നെ അതായത് ആ കോളേജിൽ ഫീസ് അടച്ച റെസിപ്റ്റുകൾ, പിന്നെ വേണ്ടത് ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ വെള്ള പേപ്പർ വെച്ചാലും മതി. പിന്നെ ഈ ഒരു അഡ്മിഷൻ സ്ലിപ്പ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇനി നിങ്ങൾ ഈ കോളേജുകൾ തമ്മിൽ ഇപ്പോൾ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കോളേജും പിന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജും തമ്മിൽ വലിയ വ്യത്യാസമില്ല ദൂരത്തിൻ്റെ കാര്യത്തിലെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ പോയി അഡ്മിഷൻ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സമയം നോക്കാം കേട്ടോ. ചിലവർ 3 മണിയായിരിക്കും, ചിലർ 4 മണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ടൈം എത്രയാണെന്നുള്ളതും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ടൈം മാനേജ് ചെയ്ത് പോകുക കേട്ടോ. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. നമ്മളിപ്പോൾ അരമണിക്കൂറും കൊണ്ട് എത്തുന്നത് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആ കോളേജ് എത്ര നേരം വരെ ഉണ്ടാവോ ഈവനിങ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ടൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണ്, ഈ അതായത് നിങ്ങൾക്കിത് പറയുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കുട്ടികളായതുകൊണ്ട് ചിലതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ കുറേ പേര് ഇത് കേൾക്കുമ്പോഴേ പോയിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു എയിം ഉണ്ടാവണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് പോലും ഫേമസ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം, അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഇത്രയും ഫീ കൊടുത്ത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും പഠിച്ചെത്തി, മനസ്സിലായോ? ഫേമസ് ആയിട്ടുള്ള കോളേജുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കോളേജിൽ ഇന്നതാണ്, എൻ്റെ കുട്ടീനെ വിടലാന്ന് പാരൻസ് വിചാരിച്ചാൽ കുട്ടി എവിടെയും പോകില്ല, പഠിക്കാതെ വീട്ടിലിരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കുക കേട്ടോ, നിങ്ങളെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു എയിം ഉണ്ടാവുക, അതിൽ ഒരിക്കലും പോവാതിരിക്കുക. പാരൻസിനെ ഓർക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർക്കുക കേട്ടോ. 4 കൊല്ലം കൊണ്ട് ബിടെക് പഠിച്ചവർക്കൊന്നും ജോലിയില്ല എന്ന് പറയുന്നത് വെറുതെ ആണ് കേട്ടോ. ബിടെക് പഠിച്ച എല്ലാവർക്കും ജോലിയുണ്ട്. പക്ഷേ എങ്ങനെ പഠിക്കണം? സപ്ലി ഇല്ലാതെ ഇറങ്ങാൻ നോക്കണം. സപ്ലി എന്താ വെച്ചാൽ സപ്ലി ഉണ്ടായി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കോളേജിൽ എവിടെയെങ്കിലും നമ്മുടെ റെസ്യൂമോടെ കൊടുക്കണമെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റ് വയ്ക്കും. ഈ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ ആൾക്കാർ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഇപ്പോൾ ഒരു അപ്രൻറ്റീസ്ഷിപ്പ് ആണെങ്കിൽ പോലും ഇത്ര വർഷം, സാധാരണ 3 വർഷത്തിൽ കൂടുതൽ, അതായത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി 3 വർഷം കഴിഞ്ഞവർക്കൊന്നും അപ്രൻറ്റീസ്ഷിപ്പിന് ഇതൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ മിനിസ്ട്രി ഓഫ്, നമ്മൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു സൈറ്റുണ്ട്, അതിലൊക്കെ നിങ്ങൾ ചില കമ്പനീസ് അവരുടെ അപ്രൻറ്റീസ്ഷിപ്പിന് വിളിക്കും. സോ ആ ഒരു ടൈമിലൊക്കെ അവർ ഇതിട്ടുണ്ടാകും, 3 വർഷം കഴിഞ്ഞിട്ട് ഇന്ന ദിവസം കോഴ്സ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞവർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്രഷേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ജോബ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കയ്യിലെങ്കിൽ ഇല്ലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി 3 വർഷം കഴിഞ്ഞ് നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചാലോ, അപ്പോൾ അവിടെ നമ്മളുടെ അടുത്ത് എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബിടെക് പഠിച്ചിട്ട് ജോലി ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ബിടെക് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചിറങ്ങുക, സപ്ലി ഇല്ലാതെ വാങ്ങുക. പ്രത്യേകിച്ച് നിങ്ങൾ ആ ലാസ്റ്റ് സെമ്മുകളൊക്കെ ഉണ്ടല്ലോ, 4th 5th 6th എന്നൊക്കെ പറയുന്ന കുറേ സെമ്മുകളുണ്ടല്ലോ, അതിലൊന്നും സപ്ലി വാങ്ങരുത്. കാരണം ഈ യൂണിവേഴ്സിറ്റികൾ, ഏത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കിട്ടില്ല. കാരണം അവർ മനഃപൂർവ്വം ആയിരിക്കില്ല, പല കാര്യങ്ങൾ വരും, മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ ഇലക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങളായിരിക്കും. അപ്പോൾ വിചാരിച്ച സമയത്ത് ചിലപ്പോൾ ഒരു റീവാലുവേഷൻ മതിയാവും, മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഉറപ്പുണ്ടാവും നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ അല്ലെങ്കിൽ ഒരു മാർക്കും കൂടി കിട്ടാനുള്ളൂ, അത് ചിലപ്പോൾ റീവാലുവേഷൻ ചെയ്യുമ്പോൾ കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ പോലും നമുക്ക് സമയം എടുക്കും. അപ്പോൾ ഈ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് സെമ്മിലേക്കൊന്നും സപ്ലികളൊന്നും വരുത്തി എഴുതാൻ വിധത്തിൽ വയ്ക്കരുത് കേട്ടോ. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അതിലും കൂടുതലായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കാവൽ. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക കേട്ടോ. അതുപോലെ വീട്ടിലിരിക്കുന്ന പാരൻസിനെ ഓർക്കുക, ഇത്രയും ഫീസും കാര്യങ്ങളൊക്കെ തന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ഇത്രയും നല്ലൊരു കോളേജിലൊക്കെ എത്തിപ്പെട്ട്, ഏത് കോളേജിലാണെങ്കിലും നല്ലതാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് പ്ലേസ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നൊക്കെയാണെങ്കിൽ പോലും അതിനുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ, എനിക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് എന്നെ പാരൻസ് നിർബന്ധിച്ച് ഇടാക്കി, അതൊന്നും നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാനുള്ളൊരു കാരണമായിട്ട് എടുക്കരുത്. അപ്പോൾ അതിൽ നിങ്ങൾ എനിക്ക് ഇതാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റും, മനസ്സിലായോ, എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പോവാൻ ശ്രമിക്കുക കേട്ടോ. ഒരു
എനിക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ട് കേട്ടോ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.